ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കാണിക്കണേ. പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണേ, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതാ ഒരു കുടം വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു 6-7 പച്ചമുളകും, പിന്നെ ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 3 സവാള, 3 തക്കാളി, പിന്നെ ഒരു 10-15 ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. ഇനി ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം, ബാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ചതയ്ക്കാനുള്ളതൊക്കെ മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. ഇനി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ 1 കിലോ അരിയാണ് വെക്കണത്, അപ്പോൾ അതിലേക്കുള്ള കണക്കാണ് പറയണത്. ഈ വലിപ്പത്തിലുള്ള 3 സവാള, പിന്നെ അതേപോലെ തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ അരി ഒരു 20 മിനിറ്റൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. ഒരു 3-4 വട്ടമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇമ്മ വെക്കണ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. ഇമ്മനെയാണ് ഇത് ഉണ്ടാക്കണത്. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേര്, മറ്റേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഈ സമയത്ത് ഇടാമെന്ന് കരുതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബിരിയാണി വെക്കാനായിട്ട് വേണ്ടത്. ഓരോന്നും ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഒരു ചെമ്പ് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവസാനത്തേക്കുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യണത്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു ബ്രൗൺ കളറൊക്കെ ആവണം. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ വേസ്റ്റേജിൻ്റെ ബ്രാൻ ഓയിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അതിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഉള്ളി ഫ്രൈ ചെയ്യണ അവിടെ വീഡിയോ കട്ടായിപ്പോയി, അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള രൂപം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെയാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതാ ഇതും കോരിയെടുക്കുക. അപ്പോൾ ഇതാ ഈ കളറാണ് കേട്ടോ ഉള്ളിയുടെ ആവേണ്ടത്. നേരത്തെ വീഡിയോ ഓഫായി പോയതാണ്. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിക്ക് വേണ്ട കാര്യമാണ്, അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എണ്ണ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴന്ന് വരണം, അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. മസാലയിലാണ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് എടുക്കണേ, അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വരണം. ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു 3 ഗ്രാമ്പും പിന്നെ ഈ വലിപ്പത്തിലുള്ളൊരു കറുവപ്പട്ടയും പിന്നെ 2 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങളെപ്പോഴും അടുപ്പിൽ തന്നെയാണ് ബിരിയാണി വെക്കൽ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസിൽ വെക്കുകയാണ്. അവിടെ ലൈറ്റിൻ്റെ കുറവുള്ളതുകൊണ്ട് ഗ്യാസിൽ വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജീരകം കൂടി ചതച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വെച്ച സമയത്ത് തന്നെ അമ്മ അപ്പുറത്തെ ഗ്യാസിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഇട്ട് കൊടുക്കേണ്ടത്. അതിതാ തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉടയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പിടിയോളം മല്ലിച്ചപ്പാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിച്ചപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ നല്ല കുറച്ച് വെക്കണം. പിന്നെ അതേപോലെ എണ്ണ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം.
മസാലയാണ് ഈ ബിരിയാണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എരിയും ഉപ്പും ഒക്കെ അതിൽ കറക്റ്റ് ആവണം, എങ്കിൽ മാത്രമേ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. വേവിച്ചത് ചേർക്കുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ നല്ല പണിയായിരിക്കും. അപ്പോൾ വേവിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ച ഇറച്ചിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിലാണ് വെച്ചിരുന്നത്. കുറേ നേരമായി പുറത്തെടുത്ത് വെച്ചിട്ട്, പക്ഷെ അത് കട്ടി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ചൂടിൽ കിടന്നപ്പോൾ അതിൻ്റെ കട്ടിയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. മസാലയിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് മുന്തി നിൽക്കണം. അപ്പോൾ ഇതാ ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് കുറവ് തോന്നുന്നുണ്ട്, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെയും എരിവിൻ്റെയും ഒക്കെ അളവ് കറക്റ്റായി വരണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2-3 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയുടെ വേവ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ അരി വെന്ത് വരും, നല്ല വെന്തുടയരുത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഇതിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഫിലിമിലെ ഡയലോഗ് പോലെ കഴിക്കുന്ന ആളുടെ വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, മനസ്സും കൂടി നിറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെരുന്നാൾക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. എന്തായാലും ബിരിയാണി ഉണ്ടാക്കും, അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ചോറ് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളം കറക്റ്റാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഊറ്റിയെടുക്കുകയാണല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് വേവ് ചെക്ക് ചെയ്യണം, നല്ല വെന്ത് ഉടഞ്ഞു പോകരുത്. വെള്ളം തിളക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ബേ ലീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ബേ ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നല്ല ഉടഞ്ഞു പോകരുത്, എന്താ ഈ ഒരു പാകത്തിനുള്ള വേവാവണം. ഇനി നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ദമ്മിടുമ്പോൾ ഒന്നും കൂടിയും വേവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു വേവാണ് വേണ്ടത്. അപ്പോൾ ഇത് അവിടെ ചോറും റെഡി ആയിട്ടുണ്ട്, അതേപോലെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് ഊറ്റുന്ന സമയത്ത് ഇത് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്, ഇതിലേക്ക് ഇടാനുള്ളതല്ല. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക. 2 തട്ടാണ് ആക്കണേ. അപ്പോൾ അതിൽ ആദ്യത്തെ തട്ടാണിത്. അപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് 4 ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ചോറ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തതും അതേപോലെ മല്ലിച്ചപ്പൊക്കെ പാടെ ഞാൻ നേരത്തെ മിക്സ് ആക്കിയിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലിപ്പോൾ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തട്ടാക്കുമ്പോൾ ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ചേർക്കുക, ഉള്ളി ചേർക്കുക, മല്ലിച്ചപ്പ് ആ സംഭവങ്ങൾ ചേർക്കുക, നെയ്യ് ചേർക്കുക. അപ്പോൾ അങ്ങനെ 2 തട്ടും അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടാൻ വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസിലല്ലേ വെച്ച്. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചെമ്പിറക്കി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കനലൊക്കെ കോരിയിടുമല്ലോ അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസിലായതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത്. ഇനി അടച്ച് വെച്ചിട്ട് കനലുള്ള എന്തെങ്കിലും കൊണ്ട് ഇത് അടച്ച് വെക്കുക. ആവി പുറത്ത് പോവാത്ത വിധത്തിൽ ഇത് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റൊക്കെ വെക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കണേ. അപ്പോൾ ഇതാ നല്ല ബിരിയാണീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ദമ്മിടാൻ വെക്കുമ്പോൾ ദോശക്കല്ല് വെക്കണത് നല്ല ചൂടാണ്, അതിന് ശേഷം മാത്രമേ ചെമ്പിറക്കി വെക്കാൻ പറ്റൂ. അപ്പോൾ ഇതാ ഇതൊരു സൈഡിൽ നിന്നാണ് മിക്സാക്കി വരിക, അപ്പോൾ ഒക്കെപ്പാടെ മിക്സാക്കിയിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മിക്സാക്കിയിട്ടാണ് ഇത് വിളമ്പൽ. അപ്പോൾ ഒക്കെപ്പാടെ ഇപ്പം തന്നെ മിക്സാക്കണില്ല. അപ്പോൾ അങ്ങനെ മിക്സാക്കിയിട്ട് ഇതാ അവിടെ വിളമ്പിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചിലവരത് റെഡിയാവും ചിലവരത് റെഡിയാവില്ല. പക്ഷേ ഈ ബിരിയാണി എല്ലാവരതും റെഡിയാവും കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മാൻ്റെ ബിരിയാണി കഴിച്ച കുറേ പേരെന്നോട് ഇതിൻ്റെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ സമയത്ത് ഇതിട്ടത്. ബിരിയാണി എന്തായാലും പെരുന്നാൾക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.